രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനോട് കാര്യം പറഞ്ഞു. നമ്മുടെ ഈ വേദിയിൽ ഇപ്പോൾ നേതാക്കന്മാരാണ് പാർട്ടിയെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് അതിന് ഞാൻ എതിർക്കുകയാണ്. എതിർക്കുന്നത് അതല്ല, സാധാരണഗതി ഞങ്ങളെ അവരെയൊക്കെ തന്നെ നമ്മുടെ സാധാരണ പ്രവർത്തകരാണ് ഇതിൻ്റെ നേതാക്കന്മാർ. അവരാണ് ബോർഡും കൊടിയും കെട്ടി ചുമരും എഴുതി അതോടൊപ്പം തന്നെ വെയിലും മഴയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ചിന്താവാദം വിളിച്ചു നടക്കുന്നവരാണ് ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ പാർട്ടിയുടെ നേതാക്കന്മാരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഏത് നേതാവിനായാലും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ തോന്നും. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവസാനം മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മോഹൻ പറഞ്ഞ കാര്യം കൊണ്ടുവരും നേതാക്കന്മാർ അത് ശരിയാണ് ഇങ്ങോട്ടുകൊണ്ട് തന്നെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയുണ്ടാവും. അപ്പോൾ അത് ഞാനിത് പറയാനുള്ള കാരണം അങ്ങനത്തെ ഒരു നേതാവ് പലപ്പോഴായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാലും ഏത് രീതിയിലും പല കാര്യങ്ങളും സംസാരിച്ച് എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയാണ് സ്ഥിതി എന്നൊക്കെ തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ കുറിച്ച് ചോദിച്ചു. പാനൂരിൽ നിന്ന് പോയാൽ നേരെ ആദ്യം ചെയ്തു നമ്മുടെ VK കുഞ്ഞിരാമനെ അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് അറിയാവുന്ന രൂപത്തിലേക്കുള്ള നേതാവായി. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതെന്തായാലും ഒരിക്കലും തന്നെ അതിനൊരു ഗ്യാപ്പ് ഒരിക്കലും നമുക്ക് ഇതാക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹാനായ വ്യക്തിത്വം എന്ന് മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്നു. പോകാത്ത രാജ്യങ്ങളില്ല. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം പോകാത്ത രാജ്യങ്ങളില്ല. കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലായിരുന്നു. കൊല്ലത്തുണ്ടായിരുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ നിലയിൽ ഇന്ന് അവിടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പ്രായോഗികമായിട്ട് തൻ്റെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടെ ഇടപാടുകൾ ചെയ്യാൻ കഴിയും. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് മാതൃകയായിരുന്നു. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും പലപ്പോഴായിട്ട് ഓഫീസിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഉപദേശങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓർമ്മ മറ്റാർക്കും ഇല്ലാത്ത അടിവരയിട്ട് പറയും മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു ഗുണമാണ് അദ്ദേഹം വിട്ട് പിന്നീട് നടത്തി ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞാൽ അതാണ് മുഖവിലക്കെടുക്കുക. രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RJD ജില്ലാ സെക്രട്ടറി KK ജയപ്രകാശ്, MP വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജാ ബാലുശ്ശേരി, രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഉഷ രൈരോത്ത്, രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മോനിഷ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PC നിഷാകുമാരി, RJD തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പന്ന്യന്നൂർ രാമചന്ദ്രൻ, രാഷ്ട്രീയ മഹിളാ ജനതാദൾ ജില്ലാ സെക്രട്ടറി P ഷൈറീന എന്നിവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.